ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സൈഡ് ആം ബോളിങ്ങിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു സൈഡ് ആമിൽ ബോൾ എറിയുമ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതിൽ സ്ലോവർ എഫക്റ്റീവ് ആണോ, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. അതായത് എങ്ങനെ ലെങ്ത്തിൽ ഫോക്കസ് ചെയ്യണം, എവിടുന്ന് റിലീസ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് ഈ സൈഡ് ആം ബോളിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരുപാട് കമന്റ് ഇട്ടിരുന്നു. എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം സൈഡ് ആം ബോൾ ചെയ്യുമ്പോൾ ആർക്കും കൺട്രോൾ കിട്ടുന്നില്ല, സ്ലോവറുകൾ എവിടുന്ന് റിലീസ് ചെയ്യണം, കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ ഉള്ളൊരു പറ്റിയൊരു വീഡിയോ ആണ് ഇന്നത്തെ സൈഡ് ആം ബോളിങ്ങിന്റെ വീഡിയോ. അപ്പോൾ സൈഡ് ആമിൽ ബോൾ ചെയ്യുന്ന ഒരുപാട് ബോളേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ഔട്ട് ഓഫ് കൺട്രോളിലാണ് അവർ ബോൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അവർക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ആണ്. ഇത് എങ്ങനെ ഒരു കൺട്രോൾ കിട്ടുന്നില്ല ചേട്ടാ, നമുക്ക് ബോൾ ചെയ്യുമ്പോൾ ലൈൻ ലെങ്ത് കിട്ടുന്നില്ല, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കുറച്ച് ടിപ്സ് ഉപയോഗിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കുന്നവർക്കായിക്കോട്ടെ, ക്രിക്കറ്റിനെ നിരീക്ഷിക്കുന്നവരായിക്കോട്ടെ, ഒരു കാര്യം സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് നമ്മൾ ഇങ്ങനെ റിലീസ് ചെയ്യുന്നതും ഇങ്ങനെ റിലീസ് ചെയ്യുന്ന ഡിഫറൻസ് എന്തായിരിക്കും. കാരണം ഒരു ബാറ്റ്സ്മാൻ ടഫായിട്ട് കളിക്കാൻ പറ്റുന്ന റിലീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെയായിരിക്കും. കാരണം ഇവിടെ നിന്ന് നമുക്ക് ഒരു ബോളർ എഫിഷ്യന്റ് ആയിട്ട് സ്ലോവറുകളൊക്കെ എറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു റിലീസിൽ നിന്ന് ബാറ്റ്സ്മാനെ കളിക്കാൻ വളരെയധികം ടഫായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൈഡ് ആം ബോളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് ക്രിക്കറ്റിൽ. കാരണം ലസിത് മലിംഗ പോലുള്ള ബോളേഴ്സിന്റെ ബോളിംഗ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. കാരണം ഒരു ബാറ്റ്സ്മാനെ സംബന്ധിച്ച് ഒരു സൈഡ് ആം എറിയുന്ന ബോളേഴ്സിന്റെ ആ ഒരു വിഷൻ ലെവൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. നമ്മൾ ഇങ്ങനെ റിലീസ് ചെയ്യുന്നതും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. നമ്മൾ സൈഡ് ആം ബോളേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മാക്സിമം ക്രീസ് യൂസ് ചെയ്ത് ബോൾ ചെയ്യുക. ഏറ്റവും അഡ്വാൻറ്റേജ് ആണ് അവരുടെ ബോളേഴ്സ്. കാരണം സൈഡ് ആമിൽ ഇപ്പോൾ മലിംഗ ആണെങ്കിൽ അങ്ങനെയുള്ള ബോളേഴ്സ് വന്ന് എറിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിക്കറ്റിനോട് അത്രയും ക്ലോസ് ആയിട്ട് എറിയുമ്പോൾ ഒന്നെങ്കിൽ വിക്കറ്റിൽ തട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് വരാതിരിക്കാനോ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ പരമാവധി ക്രീസ് യൂസ് ചെയ്ത് എറിയുമ്പോൾ അവരുടെ അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് ബാറ്റ്സ്മാനും അല്ലെങ്കിൽ ആ ഒരു ക്രീസും തമ്മിലുള്ള ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു ആംഗിൾ പിടിച്ച് ബോളേഴ്സിന് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് ബോൾ ചെയ്യാനായിട്ട് പറ്റും. സൈഡ് ആമെന്ന് നമ്മൾ ബോൾ എറിയുമ്പോൾ ബോളേഴ്സിനുള്ള പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഗ് സ്റ്റമ്പിൽ വൈഡ് പോകുന്നു. ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുമ്പോൾ അവരുടെ ലെഗ് സ്റ്റമ്പിൽ വൈഡ് പോകുന്നുള്ള പരാതിയാണ് കൂടുതൽ പേർക്കും. അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. അതായത് ഈ ഒരു ആംഗിള് നമ്മൾ വൈഡ് ആംഗിള് പിടിച്ച് ബോൾ ചെയ്യാൻ തുടങ്ങി, സൈഡ് ആമെന്ന് ബോൾ റിലീസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഈ സ്റ്റമ്പ് കാണാം. ഓക്കെ, ഈ ക്രീസ് ലെവൽ സ്റ്റമ്പ് ഇതിന് നേരെ പുറകു വശത്തേക്ക് ഈ ഒരു ആംഗിളിൽ നിന്ന് ബോൾ റിലീസ് ചെയ്യരുത്. ഈ ഒരു ആംഗിളിൽ നിന്ന് ബോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ അങ്ങോട്ടേ പോകും. അതായത് വിക്കറ്റിനോട് ക്ലോസ് അല്ലാതെ വിക്കറ്റിന് വൈഡ് ആയിട്ട് ബോൾ റിലീസ് ആവുള്ളൂ. നമ്മൾ സൈഡ് ആവുന്ന ബോൾ റിലീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വൈഡ് ആയിട്ടാണ് വരിക. അത് ഒരു ബാറ്റ്സ്മാനെ എത്രത്തോളം കൺഫ്യൂഷൻ ആക്കുന്നത് നിങ്ങൾക്ക് ബാറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതാണ്. കാരണം ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് ബോൾ റിലീസ് ചെയ്യുമ്പോൾ അത് സ്ലോവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യോർക്കറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള ചാൻസസ് ഒരുപാടുണ്ട്. അപ്പോൾ ഒരു ബാറ്റ്സ്മാൻ എത്രത്തോളം അത് ഡിഫിക്കൽട്ട് ആവും ബാറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ സൈഡ് ആം ബോളേഴ്സിനുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സൈഡ് ആം ബോളേഴ്സ് എറിയുമ്പോൾ പേസ് മാത്രം ഫോക്കസ് ചെയ്യാതെ, പ്രത്യേകിച്ച് റൈറ്റ് ഹാൻഡ് ബോളർ ആയിക്കോട്ടെ ലെഫ്റ്റ് ഹാൻഡ് ബോളർ ആയിക്കോട്ടെ, ഓഫ് കട്ടർ ഡെലിവറി, അതായത് നമ്മൾ ഡിപ്പ് ചെയ്തെറിയുന്ന ഓഫ് കട്ടർ ഡെലിവറി റിലീസ് ചെയ്യാൻ സാധിച്ചാൽ ഏതൊരു ബാറ്റ്സ്മാനെ സംബന്ധിച്ചും ഏറ്റവും ടഫസ്റ്റ് ബോൾ ആയിരിക്കും. കാരണം ഇവിടുന്ന് നിങ്ങൾ മലിംഗയുടെ ബോൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. മലിംഗ നല്ല യോർക്കറുകൾ ഒരു ബോളറാണ്. ആളൊരു സ്ലോവറും കൂടി അറിയാറുണ്ട്, ഓഫ് കട്ടർ പോലെ. ശരിക്കും ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യാൻ വന്നിട്ട് ലോക്കായി പോകുന്നൊരു ഡെലിവറി ആയിരിക്കും അത്. സൈഡ് ആം ബോളേഴ്സ് ഏത് പോയിന്റിൽ നിന്ന് ബോൾ റിലീസ് ചെയ്യണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം നമ്മൾ പരമാവധി ക്രീസ് യൂസ് ചെയ്ത് ബോൾ ചെയ്യാൻ ഞാൻ പറഞ്ഞു. അതിപ്പോ അറൌണ്ട് ദി വിക്കറ്റ് ആയിക്കോട്ടെ, ഓവർ ദി വിക്കറ്റ് ആയിക്കോട്ടെ, അത് ലെഫ്റ്റ് റൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏത് സൈഡാണെങ്കിലും ബോൾ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് മൊമെന്റ് ബോൾ റിലീസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ലേ, ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് റിലീസ് ചെയ്യരുത്. അതായത് അപ്പൊ ബോള് നമുക്ക് ആ ഒരു എക്സ്ട്രാസ് ഇല്ലാതെ നമുക്ക് യോർക്കർ ഡെലിവറിയോ അല്ലെങ്കിൽ ലൈൻ ലെങ്ത് പിടിച്ചെറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റമ്പിന് ഈക്വലന്റ് ആയിട്ട് കൈവയ്ക്കുക. ഓക്കെ, ഇവിടുന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് കൈ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഈ ഒരു ആംഗിളിൽ നിന്ന് ബോൾ റിലീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് വിക്കറ്റിലേക്കോ അല്ലെങ്കിൽ വൈഡ് ലൈനിന്റെ ഉള്ളിലേക്ക് ബോൾ പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ ഈ വിക്കറ്റിന് നേരെ ഞാൻ പറഞ്ഞു കേട്ടോ, നമ്മുടെ കൈ സൈഡ് ആം ബോളേഴ്സ് എറിയുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ആവില്ല, കൈ ഇങ്ങനെ ആയിരിക്കും അല്ലെ. അത് ചിലപ്പോൾ ഇങ്ങനെയോ ആവാം. ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ഈ ഒരു വിക്കറ്റിനോട് ക്ലോസ് ആയിട്ട് ഈ ഒരു സ്ട്രെയിറ്റ് ഒരു ലൈൻ വരയ്ക്കാന്ന് ഇതിന്റെ ഫ്രണ്ടിലേക്ക്. അപ്പോൾ സൈഡ് ആം ബോളേഴ്സ് ഓഫ് കട്ടർ ഡെലിവറി എറിയുമ്പോൾ അതിന്റെ ഗ്രിപ്പിംഗ് എങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞു, എവിടുന്ന് റിലീസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു ഗ്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബോൾ ഒരു കാരണവശാലും വല്ലാതെ ടൈറ്റ് ചെയ്ത് പിടിക്കരുത്. കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ നമ്മളെങ്ങനെ ഒരുപാട് ലൂസാക്കി പിടിക്കരുത്. ഒരുപാട് ലൂസാക്കി നമുക്ക് ബോളിൽ കൺട്രോൾ ഉണ്ടാവില്ല. അതുപോലെ ഒരുപാട് ടൈറ്റ് ആക്കിയാലും നമുക്ക് എന്താ പറയാ എക്സാക്ട് സ്പോട്ട് പിടിക്കാതെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് ബോൾ ഡെലിവറി ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ ഒരു നോർമൽ ഒരു ടൈറ്റിൽ ബോൾ പിടിച്ചിട്ട് നമ്മൾ എപ്പോഴും റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന പോലെ ഓഫ് കട്ടർ ഡെലിവറി അതായത് കുറച്ച് വൈഡ് ആക്കിയിട്ടോ കുറച്ച് ക്ലോസ് ആക്കിയിട്ട് നമ്മൾ ഓഫ് കട്ടർ എറിയുന്ന പോലെ ഈ റിലീസ് പോലെ തന്നെ വൈഡ് ആംഗിളിൽ നിന്ന് കുറച്ച് ഓഫ് കട്ടർ ഡെലിവറി ഡിപ്പ് ചെയ്തെറിയാൻ സാധിച്ചാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും.
ഞാൻ നേരത്തെ പറഞ്ഞു സൈഡ് ആം ബോളേഴ്സ് കുറച്ചൊരു ഡിപ്പിംഗ് ഓഫ് കട്ട് ഡെലിവറി പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയിക്കോട്ടെ റൈറ്റ് ഹാൻഡർ ആയിക്കോട്ടെ ഭയങ്കര ടഫ് ആയിരിക്കും. അതുപോലെ തന്നെ ലെഗ് കട്ടർ വേരിയേഷൻ നമുക്ക് സൈഡ് ആം ബോളിൽ നിന്ന് അറിയാൻ പറ്റും. ലെഗ് കട്ടർ വേരിയേഷൻ അത് നമ്മൾ സോഫ്റ്റ് ബോൾ ആണെങ്കിൽ ചൊട്ടറിയാം, അല്ലെങ്കിൽ ഹാർഡ് ടെന്നീസ്, ഇത് ഹാർഡ് ബോളിന്റെ ഒരു ടെന്നീസ് ബോളാണ്. ഇതിലാണെങ്കിൽ നമുക്ക് ലെഗ് കട്ടർ വേരിയേഷൻ അറിയാൻ പറ്റും. സൈഡ് ആമും നമുക്ക് ഈസി ആയിട്ട് പരീക്ഷിക്കാൻ പറ്റുന്ന വേരിയേഷൻ ആണ് ലെഗ് കട്ടറും ഓഫ് കട്ടറും. കുറച്ച് കൺട്രോൾ വേണം, അത് പ്രാക്ടീസ് മസ്റ്റ് ആയിട്ടും വേണം. ആ ഒരു ഡെലിവറി അറിയാന്നുണ്ടെങ്കിൽ ബാറ്റ്സ്മാൻ ടഫ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു പ്രോപ്പർ ലൈനിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാസ് ഇല്ലാതെ നമുക്ക് സ്പോട്ട് പിടിച്ച് യോർക്കറോ എന്തോ ആയിക്കോട്ടെ ഒരു ബോളറുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം നമുക്ക് ബോൾ ചെയ്യാനായിട്ട് സാധിക്കും. കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കും. ഒരു റൈറ്റ് ഹാൻഡറെ പോലെ തന്നെ ഒരു ലെഫ്റ്റ് ആം സൈഡ് ആം ബോളർക്കും റിലീസിംഗ് പോയിന്റ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. അതുപോലെ തന്നെ സെയിം പ്രോസസ് തന്നെയാണ് അവരും കണ്ടിന്യൂ ചെയ്യേണ്ടത്. ആലുവയിലുള്ള ഫൈസലൊക്കെ ആള് UAE വർക്ക് ചെയ്യുന്നത്. ആൾക്കൊരു 40+ ഏജ് ഉണ്ട്, പക്ഷെ ഇപ്പോഴും ക്രിക്കറ്റിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ആള് സൈഡ് ആം ആയിട്ടൊരു ബോളറാണ്. ആള് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, ആളെ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു കൺട്രോൾ ഇല്ലാതാണ് ആൾ ബോൾ ചെയ്യുക. പക്ഷെ നല്ല ഈ ഒരു 40+ ഏജിലും അത്യാവശ്യം നല്ല എന്താ പറയുക ഫുൾ എഫേർട്ടിൽ നല്ല പേസിൽ ബോൾ ചെയ്യുന്ന ഒരാളാണ് ഫൈസലിക്ക. ആളുടെ ബോളിംഗ് എന്ന് പറഞ്ഞാൽ പ്രധാന പ്രശ്നമാണ് ഒരുപാട് എക്സ്ട്രാസ് പോകുന്നു. അതായത് ആളുടെ റിലീസിംഗ് പോയിന്റ് പ്രോപ്പർ അല്ല, അതാണ് അതിന് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു സൈഡ് ആമിൽ ബോൾ ചെയ്യുമ്പോൾ എസ്പെഷ്യലി എവിടുന്ന് ബോൾ റിലീസ് ചെയ്യണം, ഏത് പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നമുക്ക് ബാറ്റ്സ്മാനെ കൺഫ്യൂഷൻ ആക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, നമ്മുടെ കൂടെ കളിച്ചിട്ടുള്ള പയ്യനാണ്, ഫായിസ് ആണ് അവന്റെ പേര്, ഫ്രം ട്രിവാൻഡ്രം. അവന്റെ ബോളിംഗ് എക്സ്ട്രാ ഓർഡിനറി ആണ്, ഭയങ്കര കൺട്രോൾ ആണ് അവന്റെ ബോൾ. കൂടുതൽ അവൻ ഒരു സോഫ്റ്റ് ബോൾ കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. ഹാർഡ് ബോളും കളിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒരുമിച്ച് കളിച്ചൊരു സോഫ്റ്റ് ബോൾ ഒരു ടൂർണമെന്റിലാണ്, ചങ്ങനാശ്ശേരി ടൂർണമെന്റിൽ. അവനെ പല എന്താ പറയാ കേരളത്തിന് മുൻനിരയിൽ നിൽക്കുന്ന പല ബാറ്റ്സ്മാനെയും കുഴപ്പത്തിലാക്കിയിട്ട് ടഫായിട്ട് ബോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ബാറ്റ്സ്മാനെ പ്രഷറിലാക്കുന്ന രീതിയിലുള്ള ഒരു ബോളിംഗ് ആണ് അവന്റെ കയ്യിൽ നിന്ന് അന്ന് വന്നിട്ടുള്ളത്. അവൻ എസ്പെഷ്യലി ഒരു പ്രോപ്പർ സൈഡ് ആം ബോളറാണ്. അവന് കട്ടർ ഡെലിവറീസ് ഉണ്ട്, യോർക്കേഴ്സ് ഉണ്ട്, പേസ് ഉണ്ട്, എല്ലാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ബോളറാണ് ഫായിസ്. അപ്പൊ അവന്റെ കുറച്ച് വീഡിയോസ് കൊണ്ട് ഞാൻ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ സൈഡ് ആം ട്യൂട്ടോറിയൽ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രിക്കറ്റ് വീഡിയോസിനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക.